എൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ ഭാഗമായി സൈനികനും സൈനിക സുരക്ഷയും വരുന്നത് കൊണ്ടുകൂടിയാവാം ഞാനിന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ബാധ്യസ്ഥനായത്. നമ്മളെല്ലാവരും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ദേശസ്നേഹം എന്ന ഘടകത്തെ ഉണർത്താൻ തൃശ്ശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷൻ തുടക്കം കുറിക്കുന്ന ജയ് ജവാൻ എന്ന ഈ സൈനിക പ്രണാമ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് ലഭിച്ച വലിയ ആദരമായി ഞാൻ കണക്കാക്കുന്നു. പല സംഘടനകളും വിനോദ പരിപാടികളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ ദേശസ്നേഹത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരികയും നമ്മുടെ സൈനികരെ ആദരിക്കുകയും ചെയ്യുന്ന നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ ശ്രമം തികച്ചും അഭിനന്ദനാർഹമാണ്. നമ്മുടെ വിശിഷ്ട ദേശത്തെ നാം എങ്ങനെ കൂടുതൽ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നത് ചിന്തിക്കുന്നതിന് ഈ സന്നദ്ധ സേവന സംരംഭം വലിയൊരു തുടക്കമാകട്ടെ. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി അറിയപ്പെടുന്ന 1857 വിപ്ലവം മുതൽ 1947 വരെ സേനകളും സൈനിക നേതാക്കളും സുപ്രധാന പങ്കുവഹിച്ചു. മംഗൾ പാണ്ഡെ, ഭഗത് സിംഗ് മുതൽ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി വരെയുള്ളവരുടെ ത്യാഗങ്ങളും ധൈര്യപ്രവർത്തനങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു. അവരുടെ രാജ്യസ്നേഹവും നിലപാടും ഇന്നത്തെ നമ്മെ സ്വതന്ത്രരാക്കി മാറ്റി. എന്നാൽ നമ്മൾ ഇന്നും സ്വതന്ത്ര രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കുന്നത് സൈനികരുടെ ധൈര്യവും സമർപ്പണവും കൊണ്ടാണ്. നമ്മുടെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഇന്നും കാവലാളായി നിൽക്കുന്നത് സൈനികരാണ്. നമ്മൾ ഇന്ന് ഉയർന്നു നിൽക്കുന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭയിൽ ജീവിക്കുന്നതും അനേകം സൈനികരുടെ ത്യാഗത്തിൻ്റെ ഫലമായാണ്. അതിനാൽ ഓരോ പൗരനും സൈനികരുടെ ബലിദാനത്തെ ആദരിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട്. യഥാർത്ഥ ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനം മാതൃഭൂമിയോടുള്ള സ്നേഹവും പൗരനിയമങ്ങളെ മാനിക്കുന്നതുമാണ്. രാജ്യസ്നേഹമുള്ളവൻ തൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും തൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തുകളെ കാത്തുസൂക്ഷിക്കുകയും നിയമങ്ങളെ പാലിക്കുകയും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. കുട്ടികളിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെപ്പറ്റിയും സൈനികരുടെ ധീരതയെപ്പറ്റിയും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിക്കുന്നതും യുവജനങ്ങൾ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ പങ്കാളികളാകുന്നതും നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിൽ പ്രവർത്തിച്ച് രാജ്യത്തിന് വേണ്ടി ഇടപെടുന്നതും അനിവാര്യമാണ്. രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്താലും അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും ഭാരതമെന്ന മഹത്തായ രാജ്യത്ത് ജനിച്ചതിലുള്ള അഭിമാനം നമുക്ക് പ്രതിഫലിപ്പിക്കാനും കഴിയും. സ്നേഹത്തോടെ, ആദരവോടെ, ത്യാഗഭാവത്തോടെ നമ്മുടെ മഹത്തായ മാതൃരാജ്യത്തിൻ്റെയും അതിൻ്റെ കാവലാളുകളെയും സ്നേഹിക്കുന്ന ഒരു ജനതയായി നമുക്ക് മാറാൻ നാദബ്രഹ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് പ്രചോദനമാകെ എന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം ഈ ജയ് ജവാൻ എന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചായി നിങ്ങൾ അറിയിക്കുന്നു. ജയ് ഹിന്ദ്.